صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله صلي على النبي سوا محمد صلى الله عليه وسلم فرسول الله خير العالمين ابن عبد الله ذي العز الرصين ابن عبد المطلب ابن هاشم ابن عبد مناف ابن قصي بن كلاب بن مرة ابن كعب بن لؤي ابن غالب بن مالك ابن فهر بن مالك بن النضر ابن كنانة بن خزيمة ابن مدركة ابن إلياس ابن مضر ابن نزار ابن معد ابن عدنان يا له من نسب بالمصطفى قد علا متن الثريا شرفا صلي على النبي صلي محمد صلى الله عليه وسلم أيها الصد المعنى كن أديبا في سرارك فر من ذنبك അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധരായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമയുടെ ആദരണീയമായ വ്യക്തിപ്രഭാവത്തെയും അവിടുത്തെയോടുള്ള വിശ്വാസി ലോകത്തിൻ്റെ ബന്ധത്തെയും ലളിതമായി ആവിഷ്കരിക്കുവാനും ആത്മീയമായ പ്രണയപ്രപഞ്ചത്തിൽ പങ്കാളികളാകാനുമാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാക്കുകൾക്കും വരകൾക്കും ഒതുങ്ങാത്ത വിശാലമായ ഒരു പ്രപഞ്ചത്തിലെ അതുപോലെ തന്നെ
വഴങ്ങാത്ത 3 തലങ്ങളെയാണ് ലളിതമായി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം. അതൊരാൾക്കും പറഞ്ഞൊതുക്കാൻ കഴിയില്ല എന്ന് ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്ന് ആദരണീയരായ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹുവിന്റെ വരികൾ കൊണ്ട് ആയുധം വെച്ച് കീഴടങ്ങിയതാണ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയമായ വ്യക്തിത്വം. ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധ വചനങ്ങളെപ്പോലും വ്യാഖ്യാനിക്കുവാനും അത് പ്രകാശിപ്പിക്കുവാനും പ്രപഞ്ചത്തിലെ സകല ഖരവസ്തുക്കളും പേനയും ദ്രാവകങ്ങളും മഷിയുമായാലും പറ്റുകയില്ല എന്ന് പറഞ്ഞയിടത്ത് തിരുനബിയെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയില്ല. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന്റെ തലം. എല്ലാവരെക്കാളും സ്നേഹിക്കപ്പെടേണ്ടത് തിരുനബിയാണെങ്കിൽ എല്ലാവരാലും പറഞ്ഞാൽ ഒതുക്കി തീർക്കാൻ കഴിയാത്ത വിശാലത അതിനുണ്ട്. അപ്പൊ ഈ 3 തലങ്ങളിലെ പ്രാഥമികമായ ചില വാചകങ്ങളെയാണ് ഈ വിശുദ്ധമായ സന്ധിയിൽ, മഹനീയമായ സദസ്സിൽ നമുക്ക് കൈമാറ്റം ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന വിധത്തിലുള്ള ഒരു പ്രകീർത്തന വേദിയായി നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രപഞ്ചത്തിന്റെ മുഴുവനും അത്ഭുതമാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം നാമം ഉദ്ധരിക്കപ്പെടുന്ന ഒരു വ്യക്തിയും ലോകത്തില്ല. എല്ലാ ഗ്രാമ-നഗരങ്ങളിലും ദിവസേന ഔദ്യോഗികമായി 10 തവണ ചിട്ടകൾ പാലിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വിളിച്ചു പറയുന്നുണ്ട്. എല്ലാ വിശ്വാസികളും അവരുടെ ആരാധനയുടെ മുന്നോടിയായി വീണ്ടും ഒരു 10 തവണയോ അല്ലെങ്കിൽ അതിലേറെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വിളിച്ചു പറയുന്നുണ്ട്. എല്ലാ വിശ്വാസികളുടെയും നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു സംബോധന അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് നടത്തുന്നുണ്ട്. ഇങ്ങനെ ഇത്രയുമേറെ പേര് ഉദ്ധരിക്കപ്പെടുന്ന ഒരു വ്യക്തിയെയും ലോകത്ത് കാണാൻ കഴിയില്ല. പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല വ്യക്തികളോടും കമ്പയർ ചെയ്യാനുള്ള വിഫലമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർത്ത് വായിക്കേണ്ട ഒരു വ്യക്തിയും ലോകത്തില്ല. പിന്നെ എങ്ങനെയാണ് ഗാന്ധിയോടും അതുപോലെ തന്നെ ഐൻസ്റ്റൈനോടും കാൾസാഗനോടും ഐസക് ന്യൂട്ടനോടും ഗാന്ധിയോടും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തുലനം ചെയ്ത് പഠിക്കുക എന്ന പഠനം തന്നെ ഗതികേടിന്റെ ആദ്യാധ്യായമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമത്തിന്റെ പ്രഭാവം പോലും ഇവിടെയുള്ള ഓരോ കണികകളിലും അതിലയിച്ചു കിടക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ള വ്യക്തികളെപ്പോലെ ഏതെങ്കിലും ഒരു രചനയിലല്ല, ഒരു പട്ടണത്തിലെ പ്രതിമയിലല്ല, ഒരു ഗാലറിയിലെ പോർട്രേറ്റ് ഗാലറിയിലെ ചിത്രത്തിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ പ്രതിഭയായി അവരോധിക്കപ്പെടുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ പ്രതിമയില്ലാതെ, പ്രതിച്ഛായയില്ലാതെ, ചിത്രങ്ങളില്ലാതെ, ചിത്രീകരണമില്ലാതെ നിതാന്ത സൗന്ദര്യവും നിറഞ്ഞ സാന്നിധ്യവുമായി അനുഭവപ്പെടുന്ന
ഒരാളെയും ലോകത്ത് കാണില്ല. കഹാ ജാതാ ഹെ രഹത്തെ ഹെ ദൂല ഫഖത് മദീനെ മേ ഗലത് ഹെ രഹത്തെ ഹെ വോ ആശിഖോൻ കെ സീനെ മേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത് മദീനയിലെ ആദരണീയമായ റൗദത്തുൽ മുശറഫയുടെ ചാരത്തെ ഖബറു ശരീഫിന്റെ ഉള്ളിലല്ല. മീൻസ് അവിടുത്തെയുടെ സാന്നിധ്യം അവിടെ പരിമിതമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത് ആശിഖോൻ കെ സീനെ മേ, പ്രണയിക്കുന്നവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുലനപ്പെടുത്താനും സമം വെച്ചുകൊണ്ട് വായിക്കാനുമുള്ള ഒരാളെയും ലോകത്തെവിടെയും കാണില്ല. എന്നു മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ 1.5 സഹസ്രാബ്ദത്തോളം കാലമായി ലോകത്തവിടുന്ന് യാത്രയായിട്ട്, പക്ഷേ ഇതുവരെയും അവിടുത്തെ ജീവിതത്തിന്റെ ഒരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഉദ്ധരിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നു. വേറെ ആരെയാണ് നമുക്കറിയാൻ കഴിയുക? ഒരാളുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പോലെ നിറഞ്ഞ ചരിത്രമുള്ള ഒരാളെയും ലോകത്തെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരാൾക്ക് പഠിക്കണമെങ്കിൽ 15 വിജ്ഞാന ശാഖകൾ അയാൾ പഠിച്ചിരിക്കണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താരീഖ്, ചരിത്രം, ഹിസ്റ്ററി ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറ. സീറ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ പാരാമീറ്ററിൽ ഒരാളെ കുറിച്ച് പറയുന്ന വിവരങ്ങൾക്ക് പരിമിതിയുണ്ട്. ഐൻസ്റ്റൈന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അയാളുടെ സൗന്ദര്യം പറയാനുള്ളതല്ല. അപ്പം ഒരാളെ കുറിച്ച് ചരിത്രം എന്ന വിജ്ഞാന ശാഖയിൽ ഉൾക്കൊള്ളുന്ന ഡേറ്റകൾക്ക് പരിമിതിയുണ്ട്. അപ്പൊ ചരിത്രത്തെ അതിജയിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയാനുള്ള ഇൻഡിപെൻഡന്റ് സയൻസ് ആണ് അസ്സീറത്തുൻ നബവിയ്യ. ഈ അസ്സീറത്തുൻ നബവിയ്യയിൽ മാത്രം 2700-ൽ പരം ഗ്രന്ഥങ്ങൾ മസ്ജിദുൻ നബവിയുടെ ലൈബ്രറിയിൽ ഇന്നും സൂക്ഷിപ്പുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനുള്ള രണ്ടാമത്തെ സയൻസ്, എ ബ്രാഞ്ച് ഓഫ് നോളജ്, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ അസ്സീറത്തുൻ നബവിയ്യ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളുടെയും സമ്മതങ്ങളുടെയും അനുവാദങ്ങളുടെയും പ്രവൃത്തികളുടെയും സമീക്ഷയായ അൽ അഹാദീസുൻ നബവിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ തിരുനബി അറിയാനുള്ള പ്രധാനപ്പെട്ട സോഴ്സുകളിൽ ഒന്ന്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയുന്ന അശ്ശമാഇലുൽ മുഹമ്മദിയ്യ. ലോക ചരിത്രത്തിൽ വേറൊരു വ്യക്തിയെക്കുറിച്ചും ഇതുപോലെ സൗന്ദര്യത്തെ പറയാനുള്ള ഒരു ശാസ്ത്രശാഖ പോയി ഒരു ഗ്രന്ഥം പോലും കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയാൻ ഒരു വിജ്ഞാന ശാഖയാണ്. അതിൽ 200-ൽ പരം പ്രൗഢമായ രചനകൾ ലോകത്ത് വായിക്കാൻ കിട്ടും. ഇനി ഇങ്ങോട്ട് മാറിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറഞ്ഞ ആളുകളുടെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് ദി റിപ്പോർട്ടേഴ്സ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തെ അടയാളപ്പെടുത്തിയവരുടെ ചരിത്രം. ഇനി ഇങ്ങോട്ട് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തെ സൂക്ഷ്മമായി പരിശോധിച്ച നുഖാദുകളുടെ ചരിത്രം. ഇങ്ങനെ പറഞ്ഞാൽ 14 വിജ്ഞാന ശാഖകളെ അതിഗഹനമായി പഠിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയാനുള്ള വൈജ്ഞാനിക പ്രപഞ്ചത്തിന്റെ കവാടം തുറക്കപ്പെടുക. ഈ വിഷയങ്ങളുടെ എല്ലാം ഒന്നാമതായി ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനുള്ള ഏറ്റവും ഫസ്റ്റ് സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ. സൂറത്ത് ബി ഖുർആനിഹെ ഓ സീറത്ത് ബി ഖുർആനിഹെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഘടനയും അവിടുത്തെയുടെ ചരിത്രവും എല്ലാം ഖുർആനിൽ നിന്നാണ് വായിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇത്രയും വിശാലമായ
ഒരു പേഴ്സണാലിറ്റിയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന വിശുദ്ധമായ വ്യക്തിപ്രഭാവത്തെ ആനുകാലിക സർവകാലിക ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. അതുകൊണ്ടാണ് ആഗോള ഇസ്ലാമിക ദഅ്വാ രംഗത്ത് നിലനിന്നിരുന്ന അഹ്മദ് ദീദാത്ത്, അദ്ദേഹം മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം ദ ഗ്രേറ്റസ്റ്റ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതി, ആഫ്രിക്കയിലെ ഒരു മീലാദ് സെമിനാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിഷയം അവതരിപ്പിക്കാൻ പോയപ്പോൾ അദ്ദേഹം കൊടുത്ത ടൈറ്റിലായിരുന്നു മുഹമ്മദ് ദ ഗ്രേറ്റസ്റ്റ് എന്ന ടൈറ്റിൽ. ഏറ്റവും വലിയ നേതാവ് എന്ന്, മഹാനായ നേതാവ്. പ്രസംഗത്തിന് വേണ്ടി ചെന്നപ്പോൾ അവിടെ കണ്ട പോസ്റ്ററിൽ വിഷയം മാറിയിട്ടുണ്ട് മുഹമ്മദ് ദി ഗ്രേറ്റ് പ്രോഫറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. സംഘാടകരോട് ചോദിച്ചു, അല്ല, എന്താണ് ഈ വിഷയത്തിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നിന്ന് താഴേക്ക് വന്നത്? ഗ്രേറ്റസ്റ്റ് എന്നിടത്ത് നിന്ന് ഗ്രേറ്റ് എന്ന പ്രയോഗത്തിലേക്ക് വന്നത് എന്തുകൊണ്ട്? അപ്പൊ അവര് പറഞ്ഞു, ഇതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കണം. രണ്ടാമത് സൗത്ത് ആഫ്രിക്കയിൽ തന്നെ മറ്റൊരു പരിപാടിക്ക് അദ്ദേഹം പോയി. അവിടെയും കാണുന്ന പോസ്റ്ററിൽ ഇദ്ദേഹം കൊടുത്ത വിഷയത്തിൽ നിന്ന് ലഘൂകരണം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് മാറി ഗ്രേറ്റ് ആയിരിക്കുന്നു. അപ്പോഴദ്ദേഹത്തിന് മനസ്സിലായി, ഇത് കേവലം പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ല, ടൈപ്പിംഗ് എറർ അല്ല, മറിച്ച് ഏതോ കണിശമായ ഒരു കാഴ്ചപ്പാടിന്റെയോ അല്ലെങ്കിൽ കണക്കുകൂട്ടലിന്റെയോ പ്രതിഫലനമാണ്. അങ്ങനെ അദ്ദേഹം പഠിച്ചു നോക്കി. അപ്പോഴാണ് ഇസ്ലാമേതര മതത്തിന്റെയോ പ്രസ്ഥാനത്തിന്റെയോ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗ്രേറ്റസ്റ്റ് ആണ് എന്ന് പറയുന്നതിനെ മാറ്റി എഴുതാനുള്ള ശ്രമമാണ് ഈ പ്രിന്റിംഗ് മിസ്റ്റേക്കുകളുടെയും ടൈപ്പിംഗ് എററുകളുടെയും പിന്നിലുള്ളത് എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ കാലഘട്ടത്തിലെയും ജനവിഭാഗങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടേണ്ട ഏറ്റവും വരിഷ്ഠമായ വ്യക്തിപ്രഭാവമാണ്. നിങ്ങൾ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ലോകതലത്തിൽ ഒരുപാട് രചനകൾ നടത്താൻ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം വിമർശനത്തിന് വേണ്ടി ഒരുങ്ങിയവർ തന്നെ അവസാനം ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം. ഫിലിപ്പ് കെ ഹിറ്റിയെ പോലെ, വില്യം മോറിനെ പോലെ ഉള്ള ആളുകൾ ഒരർത്ഥത്തിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് രചന തുടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരൂപണാത്മകമായി പഠനം നടത്തിയിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ വൈജ്ഞാനിക ആത്മീയ പ്രപഞ്ചത്തിന്റെ മുമ്പിൽ ആയുധം വെച്ച് വിനയാന്വിതനായ അനുയായിയായി മാറിയ ആളാണ് മോറിസ് ബുക്കായ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇസ്ലാമിനെയും തെറ്റിദ്ധരിപ്പിക്കാൻ ആഗോളതലത്തിൽ സെപ്റ്റംബർ 11 ശേഷം വ്യാപകമായ ശ്രമങ്ങൾ നടക്കുമ്പോഴായിരുന്നു യൂറോപ്പിൽ നിന്ന് നിഷ്പക്ഷമായി കാരൻ ആംസ്ട്രോങ്ങിന്റെ രചനകൾ പുറത്തേക്ക് വരുന്നത്. ഒരു യൂറോപ്യൻ വനിത നിഷ്പക്ഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ ശ്രമിച്ച പെണ്ണ്, യൂറോപ്പിന്റെ പതിവ് വായനകൾ മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാമിക് റഫറൻസുകളും നിഷ്പക്ഷമാണെന്ന് അനുഭവപ്പെട്ട രചനകളെയും വെച്ചുകൊണ്ടാണ് കാരൻ ആംസ്ട്രോങ് തന്റെ രചന തുടങ്ങിയത്. ഇപ്പൊ അവരുടെ പുതിയൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ദൈവത്തിനു വേണ്ടിയുള്ള യുദ്ധം. അപ്പൊ ഏതായാലും അവർ രചന നടത്തിയിട്ട് അവസാനം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയി എന്നും കുരിശ് യുദ്ധത്തിന് ശേഷമുള്ള കൃത്യമായ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഉള്ള രചനകൾ ഏതുവരെ പണ്ട് 6-ാം നൂറ്റാണ്ടിലെ എതിരാളികൾ പറഞ്ഞിരുന്ന ആരോപണങ്ങൾ വരെ ആധുനിക നൂറ്റാണ്ടുകളിൽ പറയാൻ ആളുകൾ രംഗത്ത് വന്നത് എന്ന് നിഷ്പക്ഷമായി അതിന്റെ ആമുഖത്തിൽ അവർ എഴുതിയിട്ടുണ്ട്. എന്റെ ഈ സദസ്സിൽ അങ്ങനെ ജനറൽ ഡേറ്റകളിലേക്ക് പോകാൻ ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഏതായാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ അറിയാൻ വിമർശകന്മാരുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ ബാധ ഉള്ളവരുടെയും രചനകളിലേക്ക് പോകാതെ
കാരൻ ആംസ്ട്രോങ്ങിനെ പോലെയുള്ള നിഷ്പക്ഷ രചനകളിലേക്ക് പോകണമെന്ന് ഖുഷ്വന്ത് സിംഗ്, നമുക്കറിയാവുന്ന ഇന്ത്യയിലെ എഴുത്തുകാരൻ, രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിച്ചിരുന്നവർ, ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു നോവൽ തന്നെ തയ്യാറാക്കി ഒരുപാട് കൊണോട്ട് ചെയ്യപ്പെട്ട ആളാണ്. അദ്ദേഹം പോലും എഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ഇതുപോലെയുള്ള നിഷ്പക്ഷ രചനകളെ അവലംബിക്കണമെന്ന്. അപ്പൊ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം വ്യക്തിപ്രഭാവം നടത്തിയ ആളല്ല. പ്രാപഞ്ചികമായ ദർപ്പണത്തിന്റെ ഗുണഭോക്തങ്ങളായ സർവ്വതലങ്ങളെയും അതിന്റെ സമീക്ഷകളെയും കാലഘട്ടത്തിന്റെ എല്ലാ തലങ്ങളെയും വ്യാപിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ബോത്ത് ഓൺ ദി റിലിജിയസ് ആൻഡ് സെക്കുലർ ലെവൽസ്. എല്ലാ മണ്ഡലങ്ങളെയും ഉപാസിച്ച ഏകനായ വ്യക്തിപ്രഭാവമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവതരിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല കാലഘട്ടമാണ് അഹ്യാ റബീഉൽ ഖൽബി ഷഹ്റുൽ മൗലിദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മത്തിന്റെ നറുവസന്തം നിറഞ്ഞൊഴുകുന്ന റബീഉൽ അവ്വൽ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉയർത്തുന്ന ആത്മീയ വിചാരത്തിനോടൊപ്പം പഠന വികാരങ്ങളെയും ഒരുമിച്ച് സമീകരിച്ചുകൊണ്ടാണ് റബീഉൽ അവ്വൽ മാസത്തിൽ ലോകം മുഴുവനും നബി കീർത്തനത്തിന്റെ മഹനീയ സദസ്സുകൾ ഉയരുന്നത്. സൗദി അറേബ്യയുടെ മുൻ ഇൻഫർമേഷൻ മിനിസ്റ്റർ കൂടിയായിരുന്ന ഡോക്ടർ അബ്ദു യമാനി, അദ്ദേഹം എഴുതി, ലോകത്തുള്ള പല ചരിത്രകാരന്മാർ, പല നേതാക്കന്മാരുടെയും ചരിത്രങ്ങളെയും സന്ദേശങ്ങളെയും അയവിറക്കാൻ ഓരോ ദിനങ്ങൾ കണ്ടെത്താറുണ്ട്. ഉദാഹരണം ജവഹർലാൽ നെഹ്റുവിന്റെ ശിശുദിനം പോലെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയാൻ യൗമുസ് സീറ എന്ന പേരിൽ ഒരു ദിവസം ഉണ്ടാകണം എന്ന് അദ്ദേഹം ഒരു ലേഖനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാനും അറിയാനും പറഞ്ഞു കൊടുക്കാനും അടുത്തറിയാനുമുള്ള ഏറ്റവും നല്ല പീരീഡാണ് ഈ മീലാദിന്റെ മഹനീയമായ വസന്തം ഉൾക്കൊള്ളുന്ന ഈ കാലഘട്ടം. അതുകൊണ്ട് വിശ്വാസികളെ, ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവര് തന്നെ പറയുക അവരുടെ നേതാവിനെ പറഞ്ഞുകൂടാ എന്ന്, ഇതൊരു വൈരുദ്ധ്യമാണ്. ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറയോ ഞങ്ങളുടെ ലീഡറെ കുറിച്ച് പറയേണ്ടെന്ന്, ഞങ്ങളുടെ ലീഡറെ ഓർക്കേണ്ടതില്ല, ഞങ്ങളുടെ നേതാവിനെ പറയേണ്ടതില്ല, ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് പ്രകീർത്തിക്കേണ്ടതില്ല എന്ന് ലോകത്തൊരു പ്രസ്ഥാനത്തിന്റെ അനുയായികളും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ ആ നേതാവിനോട് എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പൊ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഈ പ്രാപഞ്ചികമായ വ്യക്തിപ്രഭാവത്തെ ആനുകാലിക യുഗത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു അഭിമാനബോധം കൂടി നമുക്കുണ്ടാകണം. ഒരുപാട് പ്രസ്ഥാനങ്ങൾ അവരുടെ നേതാവിന്റെ പേര് പറയാൻ പോലും മടിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ സമകാലിക യുഗത്തിലെ മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന്റെ പറുദീസ വിരിച്ച് എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു മഹത് വ്യക്തിത്വം നമുക്കുണ്ടായിട്ട് ആ വ്യക്തിയെ പറയാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളെപ്പോലെ ബുദ്ധിശൂന്യതയുള്ളവർ വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പോസ്റ്റ് മോഡേൺ യുഗത്തിലും ഈ സമകാലിക യുഗത്തിലും ദർശനങ്ങളുടെയും വീക്ഷണങ്ങളുടെയും ശാസ്ത്രീയതയുടെയും അതുപോലെ മോഡേണിസത്തിന്റെയും പോസ്റ്റ് മോഡേണിസത്തിന്റെയും എല്ലാം ഈ കാലഘട്ടത്തിലും എല്ലാവരുടെയും സന്ദേശങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന വളരെ സ്വീകാര്യയോഗ്യമായ ഒരു വ്യക്തിയെ ഉള്ളൂ. അതുകൊണ്ടാണ് സ്മാൾനെസ് ഓഫ് മീൻസ്, ഗ്രേറ്റ്നെസ് ഓഫ് പേർപ്പസ് ആൻഡ് അസ്റ്റൗണ്ടിങ് റിസൾട്ട്സ്, ലളിതമായ മാർഗത്തിലൂടെ പ്രൗഢമായ ലക്ഷ്യത്തിലേക്ക് വളരെ വിജയകരമായി എത്തിച്ചേരാൻ കഴിയുക എന്നതാണ് 3 criteria to scale a great man. ഒരു മഹത്തായ മനുഷ്യനെ അളക്കുവാനുള്ള 3 മാനദണ്ഡങ്ങളെങ്കിൽ who could dare to compare with Prophet Muhammad sallallahu alaihi wasallam? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുലനം ചെയ്തു പറയാൻ ലോകത്തേതു വ്യക്തിയാണ് കാണാൻ കഴിയുക? ഒരാളുമില്ല. എന്നിട്ട് ലാമാർട്ടിൻ എന്ന് പറയുന്ന ഫ്രഞ്ച് ദാർശനികൻ ആ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: 20 രാഷ്ട്രീയ സാമ്രാജ്യങ്ങളുടെയും ഒരാത്മീയ സാമ്രാജ്യത്തിന്റെയും സാരഥിയായി ലോകത്തെ മുഴുവനും വിലാസം നേടിയ ഒരൊറ്റ വ്യക്തിയെയാണ് നമുക്ക് കാണാൻ കഴിയുക.
അതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളെപ്പോലെ അനുധാവനം ചെയ്യപ്പെടുന്ന ഒരാളെയും ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. ഗാന്ധിജി അനുസ്മരിക്കപ്പെടുന്നുണ്ട്, പക്ഷേ അനുധാവനം ചെയ്യപ്പെടുന്നില്ല. മാർക്സിന്റെ സന്ദേശങ്ങളെ മാർക്സിസ്റ്റുകാർ ഉൾക്കൊള്ളാതെ പറയുന്നുണ്ട്, പക്ഷേ അനുധാവനം ചെയ്യാൻ ആളില്ല. അതുപോലെ തന്നെ ലോകത്തുള്ള ഐൻസ്റ്റൈന്റെ സിദ്ധാന്തത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ആളുകളില്ല. ന്യൂട്ടന്റെ തിയറികൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ന്യൂട്ടനെ ലോകത്തിന് അറിയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല. സീരിയസ് ഓർ ട്രിവിയൽ ഹിസ് ഓർ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം daily behavior has instituted a canon which millions observes at this day with conscious mimicry. അവിടുന്ന് ബോധപൂർവമുള്ള അനുധാവനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ദൈനംദിനമായ ജീവിതത്തിന്റെ തലങ്ങളിൽ അനുധാവനം ചെയ്യപ്പെടുന്നു. ഇതുപോലെ ഫോളോ അപ്പ് ചെയ്യപ്പെടുന്ന ഒരാളെയും ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആധുനാധുനികതയുടെ യുഗത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ വ്യക്തിപ്രഭാവത്തിന്റെ പ്രൗഢമായ തലങ്ങളെ സമകാലിക സംവേദനങ്ങളുടെ സമവാക്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെടേണ്ട വരിഷ്ഠമായ വസന്തത്തിന്റെ വിശിഷ്ട ദിനരാത്രങ്ങളാണ് റബീഉൽ അവ്വൽ. ഇവിടെ നിന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഇവിടെയുള്ള ഏത് തിയറിയോട്, ഏത് സിദ്ധാന്തത്തോട്, ഏത് സമവാക്യത്തോട്, ഏത് വൈജ്ഞാനിക മണ്ഡലത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ചപ്പാടുകളെ പറയാനില്ലാത്തത് എല്ലായിടത്തും പറയാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ജനകീയമായ വായനകൾക്ക് നാം വേദി ഒരുക്കണം. ഇപ്പൊ ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗത്തിന്റെ നനവൂറുന്ന സ്മൃതികളിൽ നിന്ന് നിധികുംഭങ്ങളെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന വരിഷ്ഠ പ്രണയത്തിന്റെ വിശിഷ്ട പ്രസാദത്തിന്റെ കാത്തിരിപ്പുകാരാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ജനകീയമായ ഒരു വായനയുടെ വിശാലമായ തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ ജനകീയമായി വായിക്കപ്പെടാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും പുതിയ യുഗത്തോട് വിളിച്ചു പറയുകയും വേണം. അവിശ്വാസികളായ ആളുകൾ അവരാലോചിക്കണം, എല്ലാ ദിവസവും 10 തവണ വിളിച്ചു പറയപ്പെടുന്ന ഈ പേരിന്റെ ഉടമ ആരാണ്? ലോകത്ത് വേറെ ആരുടെയും പേര് വിളിച്ചു പറയുന്നില്ലല്ലോ. എന്നാ ഒന്ന് അന്വേഷിച്ച് നോക്കിക്കൂടെ, ഈ പേര് പറയപ്പെടുന്ന നേതാവ് ആര് എന്നു മാത്രമല്ല, 5 വർഷം മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ പല ഭാവങ്ങളെയും ഞാൻ മറന്നുപോയി. അതുപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും. അതേ സമയത്ത് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ജീവിച്ച് അവിടുന്ന് റഫീഖുൽ അലയിലേക്ക് താമസം മാറ്റിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാവങ്ങളെല്ലാം അന്വേഷിക്കുന്നവർക്ക് വേണ്ടി മലർക്ക തുറന്നു കിടക്കുകയാണ്. ചിരി എങ്ങനെ, തമാശ എങ്ങനെ, ഇരിപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, ചലനമെങ്ങനെ, ആംഗ്യമെങ്ങനെ, വചനമെങ്ങനെ, അവിടുത്തതെല്ലാം. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ മോഡലിനെ കുറിച്ച് മാത്രം 14 പ്രൗഢമായ രചനകൾ ലോകത്ത് വായിക്കാൻ കിട്ടുന്നുണ്ട്. ചെരുപ്പിനെ കുറിച്ചല്ല, ചെരുപ്പിന്റെ മോഡൽ തിംസാലു നഅലിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളി നഫഹാത്തു തീബ് ഫീ നിദാഅത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച വിളികളെ കുറിച്ച് മാത്രം ഒരു ഗ്രന്ഥം. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദാഹരണങ്ങൾ, നബി തങ്ങൾ ചിരിച്ച, കരഞ്ഞ, തമാശ പറഞ്ഞ, ദ്വേഷം പിടിച്ച ആ രംഗങ്ങളെല്ലാം വ്യത്യസ്തങ്ങളായ രചനകളായി സമീപകാലത്ത് പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ഇതുപോലെ ലോകത്തെ മുഴുവനും അന്വേഷിക്കുന്നവർക്ക് ഒരു കടുകിട പോലും വ്യത്യാസമില്ലാതെ we can't see any hole or gap in the history of Prophet Muhammad sallallahu alaihi wasallam ഫിലിപ്പ് കെ ഹിറ്റി എഴുതിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഇടവഴി ഒഴിഞ്ഞു കിടക്കുന്നതായി കാണാൻ കഴിയില്ല. അതേ സമയത്ത് ബിബ്ലിക്കൽ റെഫറൻസുകൾ വായിക്കുമ്പോ യോഹന്നാന്റെ ലൂക്കോസിന്റെ പഠനപ്പതിപ്പിൽ ബത്ലഹേമിലെ പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്ന യേശു മിശിഹയെ പിന്നെ എവിടെ എത്തിയെന്ന് കാണാൻ ബൈബിൾ പരതി നോക്കൂ. ഇതുപോലെ ചരിത്രം എവിടെയോ വെച്ച് മുറിയുകയല്ല,
അനുസ്യൂതമായ പ്രവാഹമായി അവസാനത്തെ വാചകമേതെന്നുവരെ അടയാളപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ജീവിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പൊതുവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വായനയുടെ ഒരു തലം പ്രൗഢമായി നാം വികസിപ്പിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഈ പാർട്ടിന് തൽക്കാലം സെമികോളൻ ഇടുകയാണ്. രണ്ടാമതായി, വിശ്വാസികളെ, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര്? ഒന്നാമതായി, ലോകത്തിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര്? രണ്ടാമതായി, വിശ്വാസികളായ നമ്മുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? റസൂലുള്ളാഹിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ അതിന് മറുപടി പറയാവുന്നത് നബിതങ്ങൾക്ക് മേലെ അള്ളാഹുവേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്റെ പദവി കഴിഞ്ഞാൽ തൊട്ടടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഒറ്റ വാക്കിൽ പറയാവുന്ന മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ഒരു വ്യക്തിയില്ല, ഒരു പ്രഭാവമില്ല. പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നബിതങ്ങൾ തുലനം ചെയ്യപ്പെടാവുന്ന നേതാവല്ല. വേറൊരാളോട്, ഐൻസ്റ്റൈനെയും ന്യൂട്ടനെയും നമുക്ക് കമ്പാരിസൺ നടത്താം. കാൾ സാഗനെയും മാർക്സിനെയും വേണമെങ്കിൽ തുലന പഠനം നടത്താം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സയന്റിസ്റ്റുകളെ കുറിച്ച് പഠിക്കാം. മണ്ടേലയെയും ഗാന്ധിജിയെയും ചേർത്ത് വായിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കാൻ ഒരാളും ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ, ഏറ്റവും ഉന്നതമായ തലത്തിലാണ്. ഏറ്റവും ഉന്നതമായ തലത്തിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് വായിക്കാൻ ലോകത്താരുമില്ല, ഒരു വ്യക്തിയുമില്ല. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര് എന്ന് ചോദിക്കുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലുള്ളാഹ് വഖാതമൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിയാണ്. അപ്പോൾ ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ അയാൾ അംഗീകരിക്കേണ്ട ഒന്നാമത്തെ വാചകം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധ്യനാണ് എന്ന് പറയുന്നത് എത്രമാത്രം സ്ട്രോങ്ങോടുകൂടിയാണോ അത്രയും ആർജവത്തോടുകൂടി പറയണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്. അല്ലാഹു തആല രക്ഷിതാവാണ്, ഉടമസ്ഥനാണ്, ഇലാഹാണ് എന്ന് പറയുമ്പോൾ എത്ര ഇന്റോണേഷനും സ്ട്രെസ്സും ആവശ്യമുണ്ടോ അത്രയും വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിയാണെന്ന് പറയാൻ. അതുകൊണ്ടാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ടൈറ്റിൽ റസൂലുള്ളാഹി എന്നാണ്. ഇനി ഒരാൾ ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മുഹമ്മദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ അബ്ഖരിയ്യത്തുൻ മിനൽ അബാഖിറ എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിലേക്ക് വരുമോ? വരില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ മുഫക്കിറുൻ മിനൽ മുഫക്കിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചിന്തകനാണ്, അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിലേക്ക് വരുമോ? ഇല്ല. കാരണം എന്താണ്? അസ്സൈഫുൽ മസ്ലൂൽ അലാ മൻ ശതമർ റസൂൽ എന്ന ഇമാം സുബ്കി റഹിമഹുള്ളയുടെ ഗ്രന്ഥം വായിക്കുക. അസ്സാരിമുൽ മസ്ലൂൽ അലാ ശാതിമിർ റസൂൽ എന്ന ഇബ്നു തൈമിയ്യയുടെ രചനയും വായിക്കാം. അത്തരം രചനകളെല്ലാം പരിശോധിച്ചു നോക്കിയാൽ അതിൽ അവർ അത്രയും ആക്യുറസിയോടുകൂടി കൃത്യമായി പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഏറ്റവും സുപ്രീം വേർഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ വേർഡ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന വേർഡാണ്. അപ്പൊ നവവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന് പകരം മുഹമ്മദുൻ നബിയുള്ളാഹ് എന്ന് മാത്രം പറഞ്ഞാൽ അയാൾ ഇസ്ലാമിലേക്ക് വരുമോ? അപ്പോൾ റസൂലുള്ളാഹി എന്ന സാങ്കേതിക പ്രയോഗത്തിൽ നിന്ന് മാറാനാണെങ്കിൽ
അവിടെയും ആലോചിക്കേണ്ടതാണ് എന്നാണ് ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. അപ്പൊ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ അറിയുവാനുള്ള ഏറ്റവും വരിഷ്ഠമായ വാചകം റസൂലുള്ളാഹി എന്നാണ്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ ചരിത്രത്തിന്റെയും ദർശനങ്ങളുടെയും വഴിയിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഒരു ടേം അല്പസമയം നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹിയാണ് എന്ന വിശ്വാസം ശരിയാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 3 വ്യക്തിത്വങ്ങൾ നമ്മൾ അംഗീകരിക്കണം. 3 ഭാഗങ്ങൾ വ്യക്തിത്വത്തിന്റെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതെന്താണ്? അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അബദ്ധം വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹിയാണ് എന്ന വിശ്വാസവും പ്രയോഗവും ശരിയാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ 3 ഭാഗങ്ങളെ നാം അംഗീകരിക്കണം. ഒന്നാമത്തേത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലിബാസുൻ ഇൻസാനി, മാനുഷികമായ വ്യക്തിത്വം. രണ്ടാമത്തേതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാലാഖാപരമായ വ്യക്തിത്വം. മൂന്നാമത്തേതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മാനിയായ വ്യക്തിത്വം. എന്താണിത് 3 എന്ന് പറഞ്ഞാൽ? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുയായികളായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും അതുപോലെയുള്ള സ്വഹാബ കിറാമിനോട് നടത്തുന്ന ഇടപാടുകളുടെ തലം. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ, മീകായിൽ, അസ്റായീൽ, ഇസ്രാഫീൽ പോലെയുള്ള മാലാഖമാരോട് നടത്തുന്ന ഇടപാടിന്റെ മേഖല. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്ന അല്ലാഹുവുമായുള്ള പ്രൈവസിയുടെ മേഖല. ഇത് 3 അംഗീകരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹിയാണ് എന്ന വിശ്വാസത്തിന്റെ സമ്പൂർണതയിലേക്ക് എത്തുക. ഒരുപാട് വിശദാംശം അർഹിക്കുന്ന പ്രയോഗമാണ്. ഞാൻ തൽക്കാലം ലളിതമായി പറഞ്ഞൊഴിയുകയാണ് ഇതിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി പോയപ്പോൾ കൂടെ കൊണ്ടുപോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം അത് ഭൗമികമായ ഒരു സഞ്ചാരമാണ്. ഭൂമിയിലൂടെയുള്ള മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഒരു യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിലേക്ക് പോയപ്പോൾ കൂടെ കൊണ്ടുപോയത് ആരെയാണ്? സെയ്ദ് ബിൻ ഹാരിസ എന്ന പ്രിയപ്പെട്ട അനുയായിയും കൂട്ടുകാരനും മകന്റെ സ്ഥാനത്തുള്ള സേവകനായി ജോലി ചെയ്ത, അങ്ങനെ ഒരുപാട് വ്യക്തിത്വം പറയാൻ പറ്റുന്ന ഖുർആനിൽ പേരുദ്ധരിക്കപ്പെട്ട ഏക സ്വഹാബിയായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വ്യത്യസ്ത ഭൗമിക യാത്രകളിൽ കൂട്ടിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യാത്ര ചെയ്തവരായി ഹദീസിൽ കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രയാകുന്ന ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരൻ ആരായിരുന്നു? സയ്യിദുനാ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലക്കിനെ കാണാനും മലക്കിന്റെ കൂടെ പോകാനും മലക്കിനെ പോലെ പോകാനും മലക്കിനെയും അപ്പുറം പോകാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിയും. അതുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടാൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ആ കൂട്ടാൻ വന്ന സമയത്ത് ഇത് വന്നത് ജിബ്രീൽ തന്നെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ലിമിറ്റിൽ നിന്നാൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്കിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള പവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടാകണം. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടാകണമെന്നില്ല. ഇല്ല. കാരണം എന്താണ്? മലക്കിനെ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ സമ്പൂർണമായ രൂപത്തിൽ കണ്ട ഒരാൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമേ ഉള്ളൂ. ലോകത്തൊരു പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമിനെ സമ്പൂർണമായ രൂപത്തിൽ കണ്ടിട്ടില്ല. ഇമാം ബുഖാരിയും വ്യാഖ്യാനത്തോടെ ഇബ്നു ഹജർ അസ്ഖലാനിയും റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കിന്റെ രൂപത്തിൽ വന്നാൽ സമ്പൂർണമായി അറിയുന്നു ഇത് മലക്കാണ്, ജിബ്രീൽ അലൈഹിസ്സലാമാണ്. കാരണം എന്താ? പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട മലക്കിനെ
അത് തിരിച്ചറിയണമെങ്കിൽ ആ വ്യക്തിത്വത്തോട് ചെറിയ ബന്ധമുണ്ടാകണം, അല്ലാതെ തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പൊ ഇതിലൂടെ എത്രയോ TV ചാനലിന്റെ മെസ്സേജ് പോകുന്നുണ്ട്, നമ്മളാരും കാണുന്നില്ല. തങ്ങൾക്ക് മലക്കിന്റെ രൂപത്തിൽ വന്നാൽ അറിയാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയുന്നു. ഇനി മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നാലും സ്വഹാബത്തിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു, ഒരു ദിവസം ഞങ്ങളിലേക്ക് ഒരാൾ കടന്നു വന്നു. തുടക്കം തന്നെ ഇങ്ങനെയാണ്, ഇത് ത്വല അലൈനാ റജുലുൻ, ഒരു പുരുഷൻ കടന്നു വന്നു. പക്ഷേ ആ കടന്നു വന്ന മനുഷ്യന്റെ ഭാവങ്ങളിൽ ചില വ്യത്യാസം. യസ്അലുഹു വയുസദ്ദിഖുഹു, ചോദിച്ചിട്ട് ഉത്തരം പറയുമ്പോൾ ശരിയാണെന്ന് പറയുന്നു. അങ്ങനെ ചില ഭാവങ്ങളെല്ലാം കണ്ടപ്പോൾ സ്വഹാബത്തിനൊരു സംശയം, ഇതെന്തു മനുഷ്യനാണ്? അത് മാത്രമല്ല, ഈ നാട്ടുകാരനല്ല, ഞങ്ങൾക്കാർക്കും പരിചയമില്ല. ലാ യഅരിഫു മിന്നാ അഹദുൻ, ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ അറിയില്ല. വലാ യുറാ അലൈഹി അസറു സഫരി, യാത്രയുടെ ലക്ഷണങ്ങളും അയാളിൽ കാണാനില്ല. അപ്പൊ സ്വദേശിയുമല്ല വിദേശിയുമല്ലാത്ത ഒരാളാ കടന്നു വന്നത്. ഇനി എന്താ അന്വേഷിക്കേണ്ടത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക ജിബ്രീൽ, അല്ലയോ ഉമർ ഇബ്നുൽ ഖത്താബ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇതിന്റെ പരാമർശങ്ങൾ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഇതിന്റെ പ്രധാന നിവേദനം. പറയുന്നു, അല്ലയോ ഉമർ ഇബ്നുൽ ഖത്താബ്, ദാക ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതാകും ലിയുഅല്ലിമകും ദീനകും, മാനുഷിക ഭാവത്തിൽ വന്ന് മനുഷ്യരെങ്ങനെയാണ് ചോദിച്ചു പഠിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇടപെടുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുതാര്യമായി ബഹുമാനപ്പെട്ട മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഇടപെടാനും അറിയാനും കഴിയുന്നു. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കൂത്തിയായ ഒരു ഭാവമുണ്ട്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് മിഅ്റാജ് ഇസ്രാഇന്റെ യാത്രയ്ക്ക് വേണ്ടി വിളിക്കുന്നു, നബിയെ വരണം. ആരുടെ കൂടെ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ. എങ്ങനെ പോണം? ബുറാഖ് എന്ന് പറയുന്ന അഭൗമികമായ മിന്നൽ പിണർ പോലെ സഞ്ചരിക്കുന്ന ഓപ്പൺ വാഹനത്തിൽ സഞ്ചരിക്കണം നബിയെ. ഇതേക്കുറിച്ച് വിശദമായി പ്രഭാഷണങ്ങൾ വേറെ നടത്തിയിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ, സാധാരണ അറ്റ്മോസ്ഫിയറിനോട് ഈക്വലൈസ് ചെയ്യാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. 200 കിലോമീറ്ററിലേറെ ഹെൽമെറ്റ് ഇല്ലാതെ ഒരു ഓപ്പൺ എയറിൽ യാത്ര ചെയ്യാൻ ഒരു ബൈക്ക് യാത്രക്കാരന് കഴിയുമോ? പോട്ടെ, 500 വക വെച്ച് തരാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനേക്കാൾ വേഗതയിൽ ഓപ്പൺ എയറിൽ എങ്ങനെ പോകാൻ കഴിഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല. അതുകൊണ്ട് ഇവിടെ ഈക്വലൈസേഷൻ പ്രശ്നമില്ല. കാരണം ഇതിന്റെ എല്ലാം ജന്മത്തിന്റെ നിമിത്തം സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രശ്നമില്ല. കാരണം 3 ലക്ഷത്തിൽ പരം കിലോമീറ്റർ പ്രവേഗമുള്ള പ്രകാശത്തിനു സമാനമായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപക്ഷെ 3x10⁸ അല്ല, അതിനേക്കാൾ പവർ ഉണ്ടാകാം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്. നമുക്കത് ലിമിറ്റ് ചെയ്യാൻ അറിയില്ല. അത്രയും വേഗതയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം സഞ്ചരിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രാത്രി കൊണ്ട് പോയി വരികയല്ല, ഒരു നിമിഷം കൊണ്ട് എത്തുകയാ. കാരണം സമ്മേളനം നടത്തണം, അവിടെ യോഗം നടത്തണം, അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം, ആകാശത്ത് പോയി നിസ്കാരം വാങ്ങണം, പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ അതിന്റെ ലഘൂകരണത്തിന് വേണ്ടി പോകണം. ഇതെല്ലാം ഒരു രാത്രി കൊണ്ട് നടന്നതാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഞ്ചാരം നൈമിഷികമായി മക്കയിൽ നിന്ന് പരിശുദ്ധമായ ബൈത്തുൽ അഖ്സയിലേക്ക് സഞ്ചാരം നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതി തന്നെ അങ്ങനെ പോകാവുന്നതാണ്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് കൊണ്ടുപോയത്. പിന്നീടോ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം യാത്ര ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് പറയുന്നത്, നബിയെ ഇനി ദൂരം കൂടുതലാണ്, അതുകൊണ്ട് വാഹനത്തിൽ പോയാൽ പറ്റില്ല. ദൂരം കൂടുതലായതുകൊണ്ട് ഇനി വാഹനം വേണ്ട, മലക്കാകുന്ന എന്നെ പോലെ സഞ്ചരിക്കണമെന്ന് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ചു. ഇദ് ജാ ഇലാ കുല്ലി സമാഇ തസഫുഫാ റസൂലുൻ വഅംലാകുൻ വറാഅൽ മുസ്തഫാ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ
ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലെ ആകാശത്തിന്റെ സ്ഫിയറിന്റെ ഓരോ മണ്ഡലങ്ങളെയും ഓവർകം ചെയ്ത് പ്രത്യേകമായ ഒരു സ്ഥലത്തേക്ക് എത്തി. അതിന്റെ ഇടയിൽ കാണേണ്ടവരെയൊക്കെ കണ്ടു, കഴിഞ്ഞുപോയവരോടൊക്കെ സംഗമിച്ചു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞു. അവസാനം ഹത്താലി ബഹരിൻ ഒരു ജിബ്രീലുൻ വഖഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്. അല്ലയോ നബിയേ, ഈ പ്രകാശത്തിന്റെ സാധാരണ പ്രവേഗം ഉൾക്കൊള്ളുന്ന സ്ഥലം ഇവിടെ വരെ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് ബീം ഓഫ് ലൈറ്റ് കടന്നു പോകണമെങ്കിൽ ഇതിനേക്കാൾ പവറുള്ള പ്രകാശം ആവശ്യമാണ്. കാരണം ഈ ഇരിക്കുന്ന ലൈറ്റിന്റെ മുന്നിലൂടെ പ്രകാശം അറിയിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഇതിനേക്കാൾ പവറുള്ള ലൈറ്റ് വേണം. അതുകൊണ്ട് നബിയേ, മാലാഖമാരുടെ പ്രകാശത്തിന്റെ പ്രപഞ്ചത്തിന്റെ ലിമിറ്റ് ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പാസ്സാകാൻ എനിക്ക് കഴിയില്ല നബിയേ. ആരാണ് പറയുന്നത്? മാലാഖാ ലോകത്തിന്റെ സുപ്രീം ലീഡറായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ. മക്കയിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇടപെടുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കൂടെ സഞ്ചരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ പ്രയാണത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലെ സഞ്ചരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ ഇനി അങ്ങോട്ട് വരാനുള്ള അനുമതിയോ പവറോ എനിക്കില്ല. കാരണം തങ്ങൾ എന്താണ്? സബ്സെ അലാ വ ഔലാ ഹമാരാ നബി, എല്ലാവരെക്കാളും ഉന്നതങ്ങളിലുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് നബിയെ എനിക്കിനി അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ, അല്ലാഹുവിനോട് പ്രത്യേകമായ സംഭാഷണം നടത്തിയിട്ട് വരണം നബിയേ. മുഅ്മിനീങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവിടുത്തെയുടെ വ്യക്തിത്വത്തിന് നിരക്കുന്നതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ 1/3 ഭാഗം മാത്രമേ മനുഷ്യനാണ് എന്ന ഭാവമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്കിനെ കാണുന്നയാള് കൂടിയാണ് എന്ന് സമ്മതിച്ചാലും നബി തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ 2ാമത്തെ സ്റ്റേജേ എത്തിയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ സമ്പൂർണതയാകണമെങ്കിൽ മനുഷ്യന്മാരോട് ഇടപെടുന്ന തിരുനബി, മലക്കിനോട് സഹവസിക്കുന്ന തിരുനബി, അല്ലാഹുവിനോട് പ്രൈവസി കൈകാര്യം ചെയ്യുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് 3ഉം കൂടി ഉൾക്കൊള്ളുന്ന ആളാണ് റസൂലുള്ളാഹ്. കാരണം മെസ്സേജ് കൊടുക്കുന്നത് അല്ലാഹുവാണ്, മെസ്സേജ് എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മെസ്സേജ് നൽകേണ്ടത് ജനങ്ങൾക്കാണ്. ബശീറൻ വനദീറാ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ 3 തലങ്ങളെയും ഉൾക്കൊള്ളുമ്പോഴേ റിസാലത്തിന്റെ തികവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ സമ്പൂർണത വരികയുള്ളൂ. ഇതറിയാത്ത ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനാണ്, സ്ത്രീ വിമോചകനാണ്, അടിമ വിമോചകനാണ്, സാമൂഹ്യ വിപ്ലവകാരിയാണ്, രാഷ്ട്രീയ വിപ്ലവം നടത്തിയ ആളാണ്, ഇങ്ങനെ 10,000 ടൈറ്റിൽ എഴുതിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസാധാരണ മനുഷ്യനാണെന്ന് പറയാതെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പ്രയോഗത്തിന്റെ ആക്യുറസിയിലേക്ക്, കൃത്യതയിലേക്ക് എത്തുകയില്ല. ഇനി ഒരു ഭാഗം കൂടി പറഞ്ഞ് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യൂണിവേഴ്സൽ ഐഡന്റിറ്റിയാണ്.
രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്പിരിച്വൽ ഐഡന്റിറ്റിയാണ്. മൂന്നാമതായി എനിക്കിവിടെ പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ തലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാരാണ്? വിശ്വാസികളായ നമ്മൾ എങ്ങനെ സ്നേഹിക്കണമെന്ന് ചോദിച്ചാൽ അതിന് ഖുർആൻ മറുപടി പറയുന്നുണ്ട്, ഹദീസ് മറുപടി പറയുന്നുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഈ ഹദീസ് കൊണ്ടുവന്നത് കിതാബുൽ ഈമാൻ എന്ന അധ്യായത്തിലാണ്. ഈമാനിന്റെ അവിഭാജ്യമായ ഘടകമാണ് തിരുനബിയോടുള്ള സ്നേഹം. ഇനി ഇതിന്റെ ഒരു റിവായത്തിൽ ഇമാം ബുഖാരി പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകം, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ഈ നഫ്സിന്റെ ഉടമസ്ഥത, ശരീരത്തിന്റെ ഉടമസ്ഥത ആരുടെ കയ്യിലാണോ, മീൻസ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ ഈമാനാകണമെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. നിങ്ങളോട് ബന്ധമുള്ള എല്ലാവരെക്കാളും സ്നേഹിക്കണം. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്നതോ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള ബന്ധം നമ്മുടെ സ്വന്തം ആത്മാവിനോട്, ശരീരത്തോടുള്ള ബന്ധത്തെക്കാൾ വലുതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയരായ പത്നിമാർ നമ്മുടെ ഉമ്മമാരുടെ സ്ഥാനത്താണ്. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇനി ഒന്നുകൂടി നമ്മൾ കടന്ന് ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നതാരാണ്? ഇമാം അഹ്മദും ഇമാം ബൈഹഖിയും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖൽതു അബാ ബക്രിൻ ഖലീലാ. ഞാൻ ഒരു ക്ലോസസ്റ്റ് ഫ്രണ്ടിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ, ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനെ ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ അത് സിദ്ദീഖുൽ അക്ബർ തങ്ങളാകുമായിരുന്നു. പക്ഷേ സ്വാഹിബുക്കും ഖലീലുല്ലാഹ്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാനാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഖലീലാണ്. എന്റെ ക്ലോസസ്റ്റ് കണക്ഷൻ ആൻഡ് ഇന്റിമേഷൻ ഇതെല്ലാം ഉള്ളത് അല്ലാഹു ജല്ല ജലാലുഹു, പ്രപഞ്ചാധിപതിയായ അള്ളാഹുവിനോടാണ്. അതിന്റെ താഴെ അല്ലാതെ സിദ്ദീഖിനെ ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. അതിന്റെ താഴെയല്ലാതെ ഫാറൂഖിനെ ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. അതിന്റെ താഴെയല്ലാതെ ആയിഷ ബീവിയെ ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ജല്ല ജലാലായ അള്ളാഹുവാണ്. അതിനെന്താണ് തെളിവ്? ഖുർആൻ മുഴുവനും അതിനുള്ള തെളിവാണ്. തുടങ്ങാനേ നമുക്കിവിടെ സമയമുള്ളൂ, ഒടുക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. കാരണം എന്താ? അല്ലഫല്ലലിഫൂനിളാമ മദ്ഹി അലൽ ആലിആൽ അവല സൂതൂരി ബിസ്മില്ലാഹി ബദിൽ ഖാലിഖാൽ ബലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും മിഅ്ശാറ മാ ഊതി ബിഹാ മിൻ ബാലിബാൽ. അനുരാഗത്തിന്റെ ആത്മലയങ്ങളിൽ നിന്ന്, അന്തരംഗത്തിൽ നിന്ന് പ്രണയം ചുരത്തുന്ന വരികളുമായി തിരുകീർത്തനത്തിന്റെ വരിഷ്ഠ വസന്തത്തിന്റെ വാതായനത്തിൽ നിന്ന് അനുരാഗികളുടെ ആദ്യാക്ഷരം പോലും അടയാളപ്പെടുത്താതെ അവർക്ക് വിട പറയേണ്ടി വന്നു. അത്രയും വലിയ പ്രണയത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം എന്തേ? അർശ് ഹഖ് ഹേ മസ്നദേ റിഫഅത്ത് റസൂലുള്ളാഹി കി, ഫർശ് ഹഖ് ഹേ മസ്നദേ ത്വഹാ റസൂലുള്ളാഹി കി. അല്ലാഹുവിന്റെ
അവന്റെ അർശും അവന്റെ സൃഷ്ടിജാലങ്ങളാകമാനവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഫസ്റ്റ് റീസൺ എന്ന് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള രചനകൾ കാണാം. മാസ്റ്റർ മുസ്തഫ എന്ന പേരിൽ കോലാലംപൂരിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ ലോകോൽപത്തിയുടെ ആദ്യ കാരണമായി അല്ലാഹു തആല വെച്ചിട്ടുള്ളത് ആരെയാണ്? മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഇവിടെ നാം അറിയണം, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല കതബ അലാ നഫ്സിഹിർ റഹ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അല്ലാഹു തആല റഹ്മത്താണ്. ഖുർആനിൽ അല്ലാഹ് പറയുന്നു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മാനവീക ലോകത്തിന് മുഴുവനെന്നല്ല, പ്രപഞ്ചത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ നബിയെ അയച്ചിട്ടില്ല. അല്ലാഹു തആല എന്തിന്റെയൊക്കെ ഉടമയാണോ അതിന് മുഴുവനും കരുണയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്പം കടന്നുപോയോ എന്ന് ചിന്തിക്കും. കടന്നുപോയിട്ടില്ല. ഇത് ഖുർആനിന്റെ പ്രയോഗമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രപഞ്ചത്തിന്റെ അല്ല ചരാചരങ്ങളുടെ മുഴുവനും പരിപാലകൻ. അല്ല എന്തിന്റെയൊക്കെ ഉടമയാണോ അതിനാണ് ആലമെന്ന് പറയുന്നത്. മാസിവൽ ബാരി തആല. അപ്പൊ അതിന് മുഴുവനും കരുണയാണ്. അർസൽനാ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ റഹ്മത്തിന് രണ്ട് ഭാഗമുണ്ട്. ആ രണ്ട് ഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്തിനുമുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ രണ്ട് റഹ്മത്തിന്റെ ഭാഗങ്ങളാണ്. ഒന്ന് റഹ്മാനിയത്ത്, അഥവാ വേർതിരിത്യമില്ലാതെ എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ. രണ്ടാമത് റഹീമിയത്ത്, അവന് വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്നവൻ എന്ന്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടോ എന്ന് ചോദിക്കുന്നവന് ചോദിക്കാനുള്ള വായ കൊടുത്തവൻ അല്ലാഹുവാണ്. അതാണ് അല്ലാഹുവിന്റെ കാരുണ്യം. അള്ളാന്റെ പള്ളി പൊളിക്കാൻ ശ്രമിക്കുന്നവർക്ക് കൈ ഉയർത്താനുള്ള കഴിവ് കൊടുക്കുന്നത് അല്ലാഹുവാണ്. ഖുർആനിനെ കുറ്റം പറയുന്നവർക്ക് നാവ് കൊടുത്തതും അല്ലാഹുവാണ്. അത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. എന്നാൽ റഹീം, പരലോകത്ത് വെച്ചും ഇഹലോകത്ത് വെച്ചും വിശ്വാസികളായ ആളുകൾക്ക് പ്രത്യേക പരിഗണനയോടെ റിസർവ് ചെയ്ത കരുണ നൽകുന്നവൻ. ഭൗതിക ലോകത്ത് വിശ്വാസികൾക്ക് കൊടുക്കുന്ന റഹ്മത്ത് ഏതാണ്? തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. അതുപോലെ ഒരുപാട് ആനുകൂല്യങ്ങൾ വിശ്വാസികളായ ആളുകൾക്ക് ഭൗതിക ലോകത്ത് അല്ലാഹു തആല വിശ്വാസി എന്ന പരിഗണനയിൽ നൽകാറുണ്ട്. അതിനാണ് റഹീമിയത്ത് എന്ന് പറയുക. അല്ലാഹുവിന്റെ കരുണയുടെ ഒരു ഭാഗമാണ്. എന്നാൽ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നബി തങ്ങൾക്കും അങ്ങനെ സ്പെഷ്യൽ കൺസിഡറേഷനോടെയുള്ള റിസർവ്ഡ് മെർസി ഉണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും വിശ്വാസികൾ എന്ന പരിഗണനയിൽ കരുണ നൽകുന്നവരും അതുപോലെ തന്നെ അല്ലാത്തവർക്ക് മുഴുവനും വേൾഡ് വൈഡായി കരുണ നൽകുന്നവരുമാണ് എന്ന്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ രണ്ടു ഭാഗത്തിലും പ്രതിനിധിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുമാത്രം എത്രയോ ദിവസം പറയാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം മാത്രം പറഞ്ഞാൽ നമ്മുടെ ഈ സദസ്സല്ല ദിവസം അവസാനിച്ചാലും തീർക്കാൻ പറ്റാത്ത അത്രയും വിശാലമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണ ലോകത്ത് മുഴുവനും വിശദമായി പരന്നു കിടക്കുന്നതാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നത് ജല്ല ജലാലായ അല്ലാഹുവാണ്. ഇനി ഖുർആനുടനീളം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ പറയുന്ന അവതരണമാണ് ഖുർആൻ ആകമാനം നോക്കിയാൽ കാണുന്നത്. ഖുർആൻ തുടങ്ങുന്നത് ഗുഹയുടെ ഉള്ളിലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഓ നബിയെ, തങ്ങൾക്ക് വായിക്കാനുള്ളതാണ് ഈ ഗ്രന്ഥം. അതുകൊണ്ടാണ് മുമ്പുള്ള ഒരു നബിമാർക്കും കൊടുക്കാതിരുന്നത് നബിയെ. അതിന്റെ ഭാഗമായി അനുയായികൾക്ക് കൂടി ഉള്ളതാണ്. അപ്പൊ തങ്ങൾക്കും അനുയായികൾക്കുമുള്ള ഗ്രന്ഥമാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബോധന ചെയ്തുകൊണ്ടാണ് ഖുർആനിന്റെ തുടക്കം, അഥവാ ഖുർആനിന്റെ അവതരണത്തിന്റെ തുടക്കം. ഇനി അങ്ങോട്ട് ഖുർആൻ മുഴുവനും നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ തലങ്ങളെയാണ് ഖുർആൻ ഉൾക്കൊള്ളുന്നത്. ഇടയിൽ വെച്ച് കുറച്ചു ദിവസം പ്രത്യേകിച്ച് ഇഷ്യൊന്നും ഇല്ലാത്തത് കൊണ്ട് ഖുർആൻ ഇറങ്ങിയില്ല. എതിരാളികൾ ഇതൊരു അവസരമായി മുതലെടുത്തുകൊണ്ട് എവിടെ പോയി മുഹമ്മദ് നബിയെ നിങ്ങളുടെ വഹയ്യ്? ഉമ്മു ജമീൽ എന്ന പെണ്ണ് ചോദിച്ചത് നിന്റെ ശൈത്താൻ എവിടെ പോയി എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിച്ചു പോയി. ആ വിഷമമുള്ള സമയത്ത് സാന്ത്വനിപ്പിക്കാൻ അല്ലാഹു തആല ഇറക്കുന്നു, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്പം ഒരു വിഷമം, കുറച്ചു ദിവസം വഹ്യ് വരാത്തതിന്റെ പേരിൽ വന്ന സമയത്ത് സമാധാനിപ്പിക്കാനാണ് സൂറത്തുൽ ദുഹാ ഇറങ്ങുന്നത്. നമ്മൾ ഭർത്താവ് ഭാര്യയോട് പിണങ്ങിയോ എന്ന് സംശയിക്കാൻ പറ്റുന്ന വിധം ഒരു 2 ആഴ്ച ഫോണൊന്നും ചെയ്യാതിരുന്നപ്പോൾ ഭാര്യ നാട്ടിൽ വിഷമത്തിലാണ്. അതിന്റെ ഇടയിലൂടാണ് മക്കളുടെ ചോദ്യം, എന്താ ഉമ്മ ഇപ്പൊ വാപ്പ വിളിക്കാത്തത്? അയൽവാസികളുടെ ചോദ്യം, ഭർത്താവ് വിളിച്ചിട്ട് എത്ര ദിവസമായി? ബന്ധുക്കളുടെ അമ്മായിമ്മയുടെ ചോദ്യം, എന്താ ഇപ്പൊ മോനൊന്നും വിളിക്കാറില്ലേ? ഇങ്ങനെ മാനസിക സംഘർഷം അനുഭവപ്പെടുന്ന ഭാര്യയുടെ അടുക്കലേക്ക് അരമണിക്കൂർ ഫോൺ വരുമ്പോഴുള്ള സന്തോഷം, അതിനേക്കാൾ വലിയ സന്തോഷമാണ് ജല്ല ജലാലായ റബ്ബ് വിളിക്കുന്നു, വല്ലുഹാ വല്ലൈലി ഇദാ സജാ. ഓ നബിയേ, ളുഹാ സമയത്തെ തന്നെയാണ് സത്യം. അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ലോകത്തുള്ള എല്ലാ ഓഫീസും ആക്റ്റീവ് ആകുന്ന സമയമാണ് ളുഹാ സമയം. അതുമാത്രമല്ല, സൂര്യന്റെ ചൂടിൽ നിന്ന് ഏറ്റവും പോസിറ്റീവായ സമയമാണത്. അങ്ങനെയെല്ലാം ഉള്ള ളുഹാ സമയത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, രാവതിന്റെ പുതപ്പ് വലിച്ചു മൂടുന്ന സമയം. ജനങ്ങളെല്ലാം നല്ല സമാധാനത്തെ ഉറങ്ങുമ്പോ ചില ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ ഖൗഫൻ വതമാ. ആത്മീയതയുടെ ആരാമങ്ങളെ ആഗ്രഹിക്കുന്നവരുടെ വസന്തമാണ് പാതിരാത്രി. ദുനിയാവിന്റെ വസന്തത്തിന് ഓടുന്ന സമയമാണ് ളുഹാ സമയം. അഥവാ 2 തലത്തെയും ഒരുമിച്ചിട്ട് അല്ലാഹു തആല പറയുന്നു, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹു തആല തങ്ങളെ ഒഴിവാക്കിയിട്ടില്ല, പിണങ്ങിയിട്ടില്ല നബിയേ. നല്ല ഫോണ്. എന്നിട്ട് ഭർത്താവ് പറയുന്നത് എന്താണ്? ഇതാ അയൽവാസിയായ അബൂബക്കർ വരുന്നുണ്ട്, ഒരു 10 പവന്റെ മാല നിനക്ക് കൊടുത്തു വിടുന്നുണ്ട് എന്ന് പിണങ്ങിയിരുന്ന് കുറെ ദിവസം കഴിഞ്ഞ് ഫോൺ ചെയ്യുന്ന ഭർത്താവ് പറയുമ്പോഴുള്ള സന്തോഷം എത്ര ഇരട്ടിയാണോ, അതിനേക്കാൾ വലിയ സന്തോഷം പോലെ അല്ലാഹു തആല പറയുന്നുണ്ട്, നബിയേ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. വഴിയിൽ വീണ മുത്തിനെ പോലെ കിടന്നു ലാല്ലൻ ഫഹദാ. ഐലാല്ലതൻ, വഴിയിൽ കിടന്ന മുത്തിനെ പോലെ. വാപ്പ വഫാത്തായി, ഉമ്മ മരിച്ചുപോയി, അതുപോലെയുള്ള തങ്ങളെ നമ്മൾ ഏറ്റെടുത്തില്ലേ നബിയേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനത്തിന്റെ പ്രപഞ്ചങ്ങളെ മുഴുവനും ആവഹിച്ചു കൊണ്ടുവന്ന ആയത്തുകളാണ് സൂറത്തുൽ ളുഹയിലുള്ളത്. ആ ളുഹ അവതരിപ്പിച്ചു കൊടുക്കുന്നു. ഇതിന്റെ ഇടയിൽ ഖുർആൻ നിങ്ങളൊന്ന് മനസ്സിരുത്തി ഓതി നോക്കിയാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉയർച്ചയും നബി തങ്ങളുടെ ക്ഷീണവും നബി തങ്ങളുടെ വിഷമവും ഇതെല്ലാം സാന്ത്വനിപ്പിക്കുന്ന കിതാബാണ് കലാമുല്ലാഹ്. ഇനി നാളെ ആരും ഇത് മിസ്കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അല്പമൊന്ന് വിശദീകരിച്ചു പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. ഓ ഖദീജ, എന്നെയൊന്ന് പുതപ്പിട്ട് മൂടണേ ഖദീജ. ജമ്മിലൂനി ജമ്മിലൂനി യാ ഖദീജ. അങ്ങനെ വന്ന് വീട്ടിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹ് പറയുന്ന ശൈലികൾ നിങ്ങൾ നോക്കണം. രോഗിയായി കിടക്കുന്ന കൂട്ടുകാരൻ കേവലം ഫ്രണ്ടാണ്, അവൻ പനി പിടിച്ച് കിടക്കുകയാണ്. നമ്മൾ കട്ടിലിന്റെ അടുക്കൽ പോയിരിക്കും. എന്താ ഇങ്ങനെ കിടന്നാ മതിയോ? ഒന്ന് എഴുന്നേൽക്ക്, ഒന്ന് കുളിക്ക്, ഒന്ന് ഡ്രസ്സ് മാറ്, ഒന്ന് റാഹത്തായി നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറയുന്നത് പോലെയാണ് അല്ലാഹു തആല യാ അയ്യുഹൽ മുദ്ദസിർ, എന്തേ പുതപ്പെട്ട് കിടക്കുന്നത്? ഖും ഫഅൻദിർ, എഴുന്നേൽക്ക്, നമുക്ക് പ്രവർത്തിക്കണ്ടേ, വരൂ. വസിയാബക ഫതഹിർ വറബ്ബക ഫകബ്ബിർ. കൊച്ചു കൊച്ചു വാചകത്തിൽ കൂട്ടുകാരനെ സ്വാന്തനിപ്പിക്കുന്ന സ്നേഹിതനെ പോലെയാണ് യാ അയ്യുഹൽ മുദ്ദസിർ എന്ന സൂറത്തിന്റെ തുടക്കം കണ്ടോ. അപ്പോഴാണ് RSCയുടെ ഒരു പ്രവർത്തകൻ സഹപ്രവർത്തകനെ കാണുന്നില്ല. തേടി റൂമിൽ ചെന്നിട്ട് അവിടെ പറയാറുള്ളത് മോനെ എഴുന്നേക്കൂന്നല്ല, നമ്മുടെ മീലാദ് സമ്മേളനം അടുത്തല്ലോ, നമുക്ക് പോസ്റ്റർ ഒട്ടിക്കണ്ടേ, നോട്ടീസ് വിതരണം ചെയ്യണ്ടേ എന്ന് ചോദിക്കും പോലെയാണ് യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. അവിടെ സംഘടനാഭാവമുള്ള ഒരു സൗഹൃദത്തിന്റെ സ്ഥലമാണ്. യാ അയ്യുഹൽ മുദ്ദസിറിൽ ആത്മമിത്രത്തിന്റെ തലമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതപ്പിട്ട് കിടന്നാൽ അല്ലാഹ് ഇടപെട്ട് സാന്ത്വനിപ്പിക്കുന്നു. നബിതങ്ങൾക്ക് ക്ഷീണം വന്ന് കിടന്നാൽ അല്ലാഹ് ഇടപെട്ട് സമാധാനിപ്പിക്കുന്നു. എന്തിനാണ് ഞാൻ ഈ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബ് മഹ്ബൂബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ജല്ല ജലാലായ അല്ലാഹു ആണ്. ഇനി ഓരോ വിഷയത്തിനും ആയത്ത് കാണാം. അല്ലാഹുവിന് മക്കളുണ്ടെന്ന ആരോപണം വന്നു. അൽ മലായികത്തു ബനാത്തുല്ലാഹ്, ഉസൈർ ഇബ്നുല്ലാഹ്, അള്ളാഹുവിന്റെ മകനാണ് ഉസൈർ അലൈഹിസ്സലാം. അതുപോലെ തന്നെ ആ മാലാഖമാര് അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ് തുടങ്ങിയുള്ള ആരോപണം അള്ളാഹുവിന്റെ പേരിൽ വന്നപ്പോ മറുപടി പറഞ്ഞത് അല്ലയല്ല, പറയിപ്പിച്ചു തിരുനബി തങ്ങളെ കൊണ്ട്. ഖുൽ നബിയെ, തങ്ങള് പറയണം അല്ലാഹു അഹദെന്ന്. അതേ സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കളില്ലെന്ന ആരോപണം പറഞ്ഞു. അഥവാ ആൺമക്കളെല്ലാം വഫാത്തായി പോയി, അതുകൊണ്ട് പരമ്പരയില്ലാത്തയാളാണ് എന്ന ആരോപണം വന്നപ്പോൾ മറുപടി പറയാൻ നബിയെ ഏൽപ്പിച്ചില്ല. അല്ലാഹ് തന്നെ അങ്ങ് നേരിട്ട് പറഞ്ഞു, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഓ നബിയെ, തങ്ങളെ മോശപ്പെടുത്തുന്നവരാണ് പരമ്പരയില്ലാത്തവർ നബിയേ. അപ്പൊ അള്ളാഹ്ക്കെതിരെ ആരോപണം വന്നപ്പോ മറുപടി പറയാൻ നബിയെ ഏൽപ്പിക്കുന്നു. നബിക്കെതിരെ കുറ്റം പറഞ്ഞപ്പോൾ മറുപടി പറയുന്നത് അല്ലാഹു ആണ്. കാരണം എന്തേ? മെഹബൂബോ മുഹിബ് മേ നഹി മേരാ തേരാ. പരസ്പരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്റേത് നിന്റേത് എന്നല്ല, നമ്മുടേതെന്നാണ് പ്രമേയം. അതുപോലെ പരസ്പരം അനുരാഗത്തിന്റെ തലത്തിലാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല സമീപിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലേക്ക് കുടൽമാല വലിച്ചിട്ടവനെതിരെ ആയത്താണ് ശബ്ദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭ്രാന്തനാണെന്ന് വിളിച്ചതിനെതിരെ ആയത്താണ് ശബ്ദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോ അവിടെ ആയത്താണ് ഇടപെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ അവിടെയും ആയത്താണ് ഇടപെട്ടത്.
മദീനയിൽ പോയിട്ട് അഹ്ലി കിതാബിനോട് ചോദ്യം പഠിച്ചിട്ട് വന്ന് മക്കയിൽ വന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ ഇടപെട്ടത് സൂറത്തുൽ കഹ്ഫാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മരിച്ചാൽ പുനർജന്മമുണ്ടോ എന്ന് വലീദ് ബിനുൽ മുഗീറ ചോദിച്ചപ്പോൾ മറുപടി പറയാൻ വന്നത് ആയത്താണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അവിടുത്തെയുടെ വ്യക്തിപരമായ ഇടപാടുകളുടെ വേലിയേറ്റത്തിനും ഗതിമാറ്റത്തിനും അനുസരിച്ചു തന്നെയാണ് ഖുർആനിന്റെ മുഴുവനും ഘടനയുള്ളത്. എത്രയോ ദിവസം പറഞ്ഞാലും തീരില്ല. അപ്പൊ അതിലേക്ക് കടക്കാൻ നമ്മുടെ പരിമിതമായ സമയം അനുവദിക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് അല്ലെങ്കിൽ പ്രണയത്തിന്റെ പല തലം പഠിപ്പിച്ചു തരുന്നത് ആരാണ്? ജല്ല ജലാലായ അല്ലാഹുവാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ ആളുകൾ നിസ്കരിക്കാൻ വരില്ലേ? പിന്നെ എന്തിനായി അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് വെച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കാനാണ്. ഇനി ഒന്നുകൂടി ചോദിക്കട്ടെ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അള്ളാന്റെ ഹബീബിന് രക്ഷയുണ്ടാകട്ടെ എന്ന് നമ്മൾ ദ്വാരന്ന രക്ഷ കൊടുക്കേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാന്റെ ഹബീബിന് രക്ഷയുണ്ടാകട്ടെ എന്ന് മലക്ക് ദ്വാരന്ന കൊടുക്കേണ്ടത് ആരാണ്? അള്ളയാണ്. ആ അള്ള ആദ്യം തന്നെ കൊടുത്തു എന്നാണ് ആയത്തിൽ പറഞ്ഞത്. പിന്നെന്തിനാണ് ഈ മലായിക്കത്തിനെ കൊണ്ട് സ്വലാത്ത്? പിന്നെന്തിനാണ് ഈ മനുഷ്യന്മാരെ കൊണ്ട് സ്വലാത്ത്? നമ്മൾ ദ്വാരനാല് കൊടുക്കേണ്ടത് അള്ളയല്ലേ? മലായിക്കത്ത് ദ്വാരനാല് കൊടുക്കേണ്ടത് അള്ളയല്ലേ? അല്ലാഹു തആല കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇന്നല്ലാഹ, അല്ലാഹു തആല സ്വലാത്ത് ചെയ്തു കഴിഞ്ഞു. പിന്നെ മലായിക്കത്തിനെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിച്ചത് എന്തിനാണ്? ഇക്റാമൻ ലിശൈനിഹി വമദ്ഹൽ ലിഹബീബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പ്രകീർത്തനമാണ്. പിന്നെ നമ്മളെ കൊണ്ട് എന്തിനാ സ്വലാത്ത് ചൊല്ലിച്ചത്? നമ്മൾ നബിയെ പ്രകീർത്തിച്ചിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോ നമ്മളെയല്ലേ കാണുന്നത്? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലുമ്പോൾ ഗുണം നമുക്ക് കിട്ടാനാണ്. ഇതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുവാനുള്ള വ്യവസ്ഥിതിയാണ് അല്ലാഹു തആല ലോകത്ത് മുഴുവനും വെച്ചിട്ടുള്ളത്. ഇനി ആഖിറത്തിൽ ചെല്ലുമ്പോ ശഫാഅത്ത്, നബി തങ്ങൾ ശഫാഅത്ത് ചെയ്താലും ഇല്ലെങ്കിലും സ്വർഗം തരേണ്ടത് അല്ലാഹ് തന്നെയാണ്. ഇടയ്ക്ക് എന്തിനാണ് ഒരു ശഫാഅത്ത് വെച്ചത്? ഹബീബിനുള്ള ബഹുമാനമാണ്. ഇതുപോലെ ആലോചിച്ചു നോക്കിയാൽ എല്ലാം അല്ലാഹു തആല ഹബീബിലൂടെയാണ് നടപ്പിലാക്കി തരുന്നത്. അത് അല്ലാഹുവിന്റെ സിസ്റ്റമാണ്. അല്ലാഹു പോരെ അടിമയ്ക്ക് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. പക്ഷേ അല്ലാഹു തആല ചില വിഷയങ്ങളിൽ അടിമകളെ ഇടപെടുത്തിയിട്ടുണ്ട്. അതാണ് സ്വലാത്തിന്റെ ആയത്തിൽ കാണുന്നത്. അല്ലാഹ് സ്വലാത്ത് ചെയ്യുന്നു, മലായികത്ത് സ്വലാത്ത് ചൊല്ലുന്നു. വിശ്വാസികളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ആ ആയത്തിൽ തന്നെ പ്രത്യേക ബഹുമാനം വേറെ കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ എന്നാണ് ഖുർആൻ വിളിക്കുന്നത്. യാ അയ്യുഹന്നാസി എന്നല്ല. കാരണം എന്താ? മനുഷ്യന്മാരിൽ വിശ്വാസികളും അവിശ്വാസികളും കാണും. അവരുടെ എല്ലാം ഒന്നും എന്റെ